വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കാരാപ്പുഴ ഡാമിലേക്കുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ് പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുകയാണ്. ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കാരാപ്പുഴ അമ്പലവയൽ റോഡിന്റെ അവസ്ഥയാണിത്. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം വാഹനങ്ങൾ പെരുവഴിയിലാകുന്നത് നിത്യസംഭവമാണ്. ഒരു ഓട്ടം പോയി വന്ന് തിരിച്ചു വരുമ്പോഴേക്കും എത്ര ഉറുപ്പ്യേൻ്റെ പൈസ പോകണമെന്ന് അറിയോ? സത്യം പറയാം, ഇതിൽ പോയി ടയർ പൊട്ടുന്നതിനൊക്കെ ഒരു കണക്കുമില്ല. എത്രയായി ഈ വണ്ടി ഓടിയിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ഒന്നുമില്ല. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഈ റോഡ് അതിനുശേഷം ഒരു തവണ മാത്രമേ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. ഒരിക്കൽ മാത്രം ഈ റോഡ് റീടാർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഈ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും കാണാം. ദിവസവും നൂറുകണക്കിന് ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഏക റോഡ് ഈ റോഡ് തന്നെയാണ്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു. 2 മണിക്കൂറോളം പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ADM സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നവംബർ 26-ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന ഉറപ്പ്. റിപ്പോർട്ടർ, വയനാട്.